അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പവും ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല കട്ടിയുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന മുട്ട ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 5 മുട്ടയോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് മീഡിയം വലിപ്പമുള്ള ഒരു 2 സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 ചെറിയ തക്കാളിയാണ്. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 എടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാള ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി തക്കാളിയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടലയാണ്. റോസ്റ്റഡ് ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളിത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളിക്കകത്ത് ഉള്ളിക്കകത്തൊക്കെ ഉള്ളൊരു വെള്ളം കൊണ്ട് നല്ല പോലെ തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തീ നമ്മൾ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മുളക് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മുട്ടയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ മുട്ട ഇവിടെ ചെറിയതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കിവിടെ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 3 ഏലക്കായും ഒരു 4 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണം ഈ ഒരു വലിപ്പമുള്ളൊരു 3 കറുവപ്പട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അരപ്പിൽ നമ്മൾ തക്കാളിയും സവാളയൊക്കെ പച്ചക്കാണ് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അതൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മളങ്ങ് ഇളക്കിയിട്ട് പൊടികൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ആ ഒരു തക്കാളിയുടെയും സവാളയുടെയൊക്കെ ഒരു പച്ചച്ചുവ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വെള്ളമയൊക്കെ പറ്റി ഓയിൽ തെളിഞ്ഞ് നല്ലപോലെ നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് അടിയിൽ പിടിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു വെള്ളമയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ആ ഒരു വെള്ളമയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും. അപ്പോൾ സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലൊരു സ്വല്പം ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അതങ്ങ് അടി പിടിക്കും. അപ്പോൾ ഇതിവിടെ ഏകദേശം വെന്ത് വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുട്ടയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോ അപ്പോ ചോറോ പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മുട്ട കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.